ഹലോ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇൻസേർഷൻ സോർട്ടിനെ കുറിച്ചാണ്. ഇത് കാർഡൊക്കെ സോർട്ട് ചെയ്യുന്ന പോലെയാണ് ചെയ്യുന്നത്. നമ്മുടെ ഇനിഷ്യൽ അറേയിൽ കുറച്ച് എലമെൻ്റ് ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, 4, 3, 2, 10, 12, 1, 5, 6 ഇത്ര എലമെൻറ്റ്സ് ആണ് നമുക്ക് സോർട്ട് ചെയ്യാനുള്ളത്. അപ്പോൾ ആദ്യമേ എന്താ വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് എലമെൻറ്റ് എടുക്കും. ഫസ്റ്റ് എലമെൻറ്റ് ഈസ് ഓൾറെഡി ഇൻ സോർട്ടഡ് പൊസിഷൻ. ഒരു എലമെൻറ്റ് മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. സെക്കൻഡ് എലമെൻറ്റ് എടുക്കുക. സെക്കൻഡ് എലമെൻറ്റ് എടുക്കുമ്പോൾ ഫസ്റ്റ് സെക്കൻഡോട് മാത്രമേ കമ്പയർ ചെയ്യുള്ളൂ. ഫസ്റ്റ് സെക്കൻഡോട് കമ്പയർ ചെയ്തു. 3 4 ചെറുതാണ്. അപ്പോൾ 3ഉം 4ഉം കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർചേഞ്ച് ചെയ്തു. അപ്പോൾ 3 4 എന്ന് വരും. ഇനി 2 എന്നുള്ള തേർഡ് എലമെൻ്റ് എടുക്കുന്നത്. 2 എടുക്കുമ്പോൾ ഇപ്പുറത്തേക്കുള്ള റൈറ്റ് സൈഡിലുള്ള ഒരു എലമെൻറ്റ് പോലും നമ്മൾ ശ്രദ്ധിക്കില്ല. 2ൽ നിന്ന് ലെഫ്റ്റിലേക്കുള്ള എലമെൻറ്റ്സ് മാത്രമേ നോക്കുള്ളൂ. 2 ഈസ് ഫസ്റ്റ് കമ്പയർഡ് വിത്ത് 4. അഗെയിൻ 2 ചെറുതാണ്. അപ്പോൾ 2 ഈസ് അഗെയിൻ കമ്പയർഡ് വിത്ത് 3. ഇപ്പോഴും 2 ആണ് ചെറുത്. അപ്പോൾ 2വിൻ്റെ പൊസിഷൻ എവിടെയാണ്? അപ്പോൾ എന്ത് വേണം? ഈ 3ഉം 4ഉം ഷിഫ്റ്റ് ചെയ്യണം. 2 നമുക്ക് ആദ്യത്തെ പൊസിഷനിലേക്ക് വെക്കേണ്ടത്. അപ്പോൾ 2 ആദ്യമേ 2 എന്നുള്ള വാല്യൂ ഒരു ടെമ്പററി വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യുക. അപ്പോൾ 2വിന് സ്പേസ് വേക്കൻ്റ് ആയല്ലോ. 4 2വിൻ്റെ പൊസിഷനിലേക്ക് ഇട്ടു. 3 4ൻ്റെ പൊസിഷനിലേക്ക് ഇട്ടു. 3യുടെ സ്ഥലം വേക്കൻ്റായി. ആ 3യുടെ സ്ഥലത്തേക്ക് 2 ഇൻസേർട്ട് ചെയ്തു. ഇതാണ് ഇൻസേർഷൻ സോർട്ട്. ഇനി അടുത്ത് 10 സോർട്ട് ചെയ്യാൻ നോക്കാം. 10 ഓൾറെഡി സോർട്ടഡ് ഓർഡറിൽ, അപ്പോൾ ഒരു ചേഞ്ച് വരുന്നില്ല. ഒരു ചേഞ്ച് ഇവിടെ വന്നിട്ടില്ല. 10 അങ്ങനെ തന്നെയാണ്, കറക്റ്റാണ്. ഓക്കെ, അടുത്ത 12 ആണ്. 12 വരുമ്പോഴോ 10ആയിട്ട് കമ്പയർ ചെയ്തു. അതും ഓൾറെഡി സോർട്ടഡാണ്. 10ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 12 ഓൾറെഡി വലുതാണ്. ഓക്കെ, അപ്പോൾ അത് ഓൾറെഡി സോർട്ടഡ് ഓർഡറിൽ തന്നെ കിടക്കുന്നത്. അടുത്ത എലമെൻറ്റ് 1 ആണ്. 1 ആകുമ്പോൾ എന്ത് പറ്റി? 1 12ആയിട്ട് കമ്പയർ ചെയ്തു, 10ആയിട്ട് കമ്പയർ ചെയ്തു, 11 4ആയിട്ട് കമ്പയർ ചെയ്തു, 3ആയിട്ട് കമ്പയർ ചെയ്തു, 2ആയിട്ട് കമ്പയർ ചെയ്തു. വീണ്ടും ഇവിടേക്കാണ് വരണ്ടേ. 2ൻ്റെ ഇപ്പുറേക്കായിരിക്കും 1ൻ്റെ പൊസിഷൻ വന്നേക്കുന്നത്. അപ്പോൾ 1ൻ്റെ പൊസിഷൻ ഇതാണ്. അപ്പോൾ എന്ത് വേണം? ഈ സ്പേസ് ഫ്രീ ആക്കണ്ടേ. അപ്പോൾ അതിനുവേണ്ടി ഈ 12 എന്നുള്ളത് ഷിഫ്റ്റ് ചെയ്ത് ഇങ്ങോട്ടിട്ടു. 10 ഇങ്ങോട്ടിട്ടു, 4 ഇങ്ങോട്ടിട്ടു, 3 ഇങ്ങോട്ടിട്ടു, 2 ഇങ്ങോട്ടിട്ടു. അങ്ങനെ 1നുള്ള സ്പേസ് കിട്ടി. ഓക്കെ, അടുത്ത 5 ആണ്. 5 ഇതേപോലെ 5 12ആയിട്ട് കമ്പയർ ചെയ്തു. 5 ചെറുതാണ്. എഗെയിൻ 5 10ആയിട്ട് കമ്പയർ ചെയ്തു. ഇപ്പോഴും 5 ചെറുതാണ്. അടുത്ത 4ആയിട്ട് കമ്പയർ ചെയ്തു. അപ്പോൾ 5 വലുതാണ്. അപ്പോൾ പൊസിഷൻ ഇതാണ് പൊസിഷൻ എന്ന് മനസ്സിലായി. അപ്പോൾ എന്ത് വേണം? ഈ 12നെ 5ൻ്റെ പൊസിഷനിലേക്ക് ഇട്ടു. 5 ആദ്യം നമ്മൾ ടെമ്പററി വേരിയബിൾ സ്റ്റോർ ചെയ്യണം ഇടുന്നതിന് മുമ്പായിട്ട്, അല്ലെങ്കിൽ 5 നഷ്ടപ്പെട്ടു പോകും. 10 12ൻ്റെ സ്ഥലത്തേക്ക് ഇട്ടു. 5നുള്ള സ്പേസായി. അവിടെ 5 ഇൻസേർട്ട് ചെയ്തു. 6 അതുപോലെ തന്നെ ഈ 12ആയിട്ട് കമ്പയർ ചെയ്തു, 10ആയിട്ട് കമ്പയർ ചെയ്തു. 6ൻ്റെ പൊസിഷൻ ഇവിടെയാണ്. അപ്പോൾ 6 അവിടെ ഇൻസേർട്ട് ചെയ്തു. ബാക്കി എല്ലാം ഷിഫ്റ്റ് ചെയ്തിട്ട് 6 ഇൻസേർട്ട് ചെയ്തു. ഇങ്ങനെയാണ് ഇൻസേർഷൻ സോർട്ട് വർക്ക് ചെയ്യുന്നത്. അതിന് കറക്റ്റ് പൊസിഷനിൽ ഇൻസേർട്ട് ചെയ്തു. ഓരോ എലമെൻറ്റ് എടുക്കുന്നു, അതിന് മുമ്പിലത്തെ എലമെൻറ്റായിട്ട് കമ്പയർ ചെയ്യുന്നു, കറക്റ്റ് പൊസിഷൻ കണ്ടെത്തുന്നു, എല്ലാ എലമെൻറ്റും ഷിഫ്റ്റ് ചെയ്ത് അവിടെ സ്ഥലം ഉണ്ടാക്കുന്നു, അതിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്നു. ഇനി അൽഗോരിതം നോക്കാം. ഇൻസേർഷൻ സോർട്ട് എക്സ് ഈസ് ആർ ഇനീഷ്യൽ അറേ. n എലമെൻറ്റ്സ് ഉണ്ട്. ഒരു ടെമ്പററി വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. i = 1 to n i++. 1 മുതൽ n വരെയാണ് ചെയ്യുന്നത്. അതായത് ഫസ്റ്റ് എലമെൻറ്റ് നമ്മൾ 0 മുതൽ n-1 വരെയാണ് ഓൾറെഡി എലമെൻറ്റ്സ് ഉള്ളൂ. നമ്മൾ 1 to n എടുക്കുമ്പോൾ 1 മുതൽ n-1 എലമെൻറ്റ്സ് എല്ലാം ടേക്ക് കെയർ ചെയ്യും. 1 എടുക്കുന്നത് എന്തുകൊണ്ടാണ്? കാരണം x0 ഓൾറെഡി സോർട്ടഡ് ആണ്. ഒരു എലമെൻറ്റ് മാത്രമാകുമ്പോൾ സോർട്ട് ചെയ്യാനൊന്നുമില്ല. അത് കറക്റ്റ് പൊസിഷനിലാണ്. അതുകൊണ്ടാണ് 0 കൺസിഡർ ചെയ്യാത്തത്. എന്നിട്ട് എന്തെങ്കിലും ടെമ്പറിലേക്ക് xi സ്റ്റോർ ചെയ്തു. നമ്മളിപ്പോൾ ഏത് എലമെൻറ്റാണോ കറക്റ്റ് പൊസിഷൻ ഇൻസേർട്ട് ചെയ്യാൻ പോകുന്നത് അത് ടെമ്പറിലേക്ക് സ്റ്റോർ ചെയ്തു. എന്നിട്ട് വേണം j = i-1 കൊടുത്തു. j > 0 ആവുന്നവരെ, അല്ലെങ്കിൽ xi > 10 ആവുന്നവരെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. j+1ലേക്ക് xj സ്റ്റോർ ചെയ്തു, j-1 ചെയ്തു. എന്നിട്ട് കറക്റ്റ് പൊസിഷനിലേക്ക് ടെമ്പററി വാല്യൂ ഇൻസേർട്ട് ചെയ്തു. ഇതാണ് അൽഗോരിതം ചെയ്യുന്നത്. ലെറ്റ് x be an array of elements starting from index 0 to n-1. We have to repeat the following steps for each xi. ഐയുടെ വാല്യൂ 1 മുതൽ n-1 വരെ. x0 കൺസിഡർ ചെയ്യേണ്ട, ബാക്കി എല്ലാ എലമെൻറ്റും ചെയ്യണം. To place ith element in the proper position, compare it with x0 to i-1. ഓക്കെ, അത് സെക്കൻഡ് എലമെൻറ്റ് പ്രോപ്പർ പൊസിഷൻ വെക്കണമെങ്കിൽ x0ഉം x1ഉം കമ്പയർ ചെയ്യണം. ഫിഫ്ത്ത് എലമെൻറ്റ് പ്രോപ്പർ പൊസിഷൻ വെക്കണമെങ്കിലോ x0 x1 x2 x3 x4 വരെ കമ്പയർ ചെയ്യണം. എന്നിട്ട് മൂവ് ഓൾ എലമെൻറ്റ്സ് ദാറ്റ് ആർ ഗ്രേറ്റർ ദാൻ ith എലമെൻറ്റ് ടു 1 പൊസിഷൻ എഹെഡ്. സ്ഥലം ഇത് പുതിയതായിട്ട് വന്ന പോലെ ഇൻസേർട്ട് ചെയ്യുന്ന സ്ഥലം ഉണ്ടാക്കാൻ വേണ്ടി എല്ലാം ഒരു പൊസിഷൻ എഹെഡിലേക്ക് സ്റ്റോർ ചെയ്യുക. നമ്മൾ ടെമ്പററി വേരിയബിൾ ഇത് സ്റ്റോർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സ്ഥലം വേക്കൻ്റായി. ഓൾറെഡി ടെമ്പറിലേക്ക് xi സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ xiയുടെ പൊസിഷൻ്റെ വേക്കൻ്റായിട്ട് കിടപ്പുണ്ട്. xi മുതൽ മുന്നോട്ടുള്ള എല്ലാ എലമെൻറ്റും ഇൻസേർട്ട് ചെയ്ത് ഒരു പൊസിഷൻ വേക്കൻ്റാക്കി വയ്ക്കുക. എന്നിട്ട് കറക്റ്റ് പൊസിഷൻ കണ്ടെത്തുമ്പോൾ അവിടേക്ക് ഇൻസേർട്ട് ചെയ്യുക. ഇതുകൊണ്ടാണ് ഇതിൻ്റെ പേര് ഇൻസേർഷൻ അൽഗോരിതം പേര് വന്നിരിക്കുന്നത്. ഓക്കെ, ഇതിന് ടൈം കോംപ്ലക്സിറ്റി ഓർഡർ ഓഫ് n² ആണ്. എന്തുകൊണ്ടാണ്? ബിക്കോസ് വി ആർ യൂസിങ് 2 ലൂപ്സ്. വി ആർ യൂസിങ് ദ ഫോർ ലൂപ്പ് ഹിയർ, വി ആർ യൂസിങ് അനദർ ലൂപ്പ് ഹിയർ. 2 ലൂപ്പ് ഉള്ളപ്പോൾ എപ്പോഴും n² ആയിരിക്കും ഓർഡർ ഓഫ് ടൈം കോംപ്ലക്സിറ്റി വരിക. ഓക്സിലറി സ്പേസ് ഓർഡർ ഓഫ് 1. ഒരു ടെമ്പററി വേരിയബിൾ എക്സ്ട്രാ എടുക്കുന്നുണ്ട്, ബാക്കിയൊന്നും വേണ്ട. ഓക്സിലറി സ്പേസ് ഓർഡർ ഓഫ് 1 ആണ്.
Insertion sort takes maximum time to sort if elements are already sorted in reverse order. Reverse order sorter ആണ് എന്ത് പറ്റും, ഓരോ എലമെൻറ്റ് ഇൻസേർട്ട് ചെയ്യാനും എല്ലാവരും ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും. ഓക്കെ, ഇറ്റ് ടേക്സ് മിനിമം ടൈം ഓഫ് ഓർഡർ ഓഫ് എൻ വെൻ എലമെൻറ്റ്സ് ആർ ഓൾറെഡി സോർട്ടഡ്. സോർട്ടർ ആണെങ്കിൽ ഒരു ചേഞ്ച് നമ്മൾ ഇടയ്ക്ക് കണ്ടുവരും, ഒന്ന് രണ്ട് വാല്യൂസിന് ഒരു ചേഞ്ചും വന്നില്ല, കറക്റ്റ് പൊസിഷൻ തന്നെയാണ്. ഓൾറെഡി സോർട്ടർ ആണെങ്കിൽ ഓർഡർ ഓഫ് എൻ ടൈം മതി. ഓൾറെഡി റിവേഴ്സ് ഓർഡറിലാണെങ്കിൽ അത് മാക്സിമം എമൗണ്ട് ഓഫ് ടൈം എടുക്കും. അൽഗോരിതത്തിൻ്റെ അപ്രോച്ച് ഇൻക്രിമെൻ്റൽ ആണ്, 1 by 1 ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോർട്ടിങ് ഇൻ പ്ലേസ്, യെസ്, കറക്റ്റ് പ്ലേസിലാണ് സോർട്ട് ചെയ്യുന്നത്. ഓരോ എലിമെൻറ്റ് സോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പൊസിഷൻ കറക്റ്റായി സ്റ്റേബിൾ ആണ്. സ്റ്റേബിളിൻ്റെ അടുത്ത് എന്താ, അൺസോർട്ടർ അറേയിലുള്ള എലിമെൻറ്റ് അതേ ഓർഡറിൽ തന്നെയായിരിക്കും സോർട്ടർ ഓർഡറിലും വരിക. ഇൻസേർഷൻ സോർട്ട് ഈസ് യൂസ്ഡ് വെൻ നമ്പർ ഓഫ് എലമെൻറ്റ് ഈസ് സ്മോൾ. കുറച്ച് എലിമെൻറ്റ്സ് ഉണ്ടെങ്കിൽ ഇൻസേർട്ട് സോർട്ട് എളുപ്പം വേഗം ചെയ്യാൻ പറ്റും. പക്ഷേ ഒരുപാടുണ്ടെങ്കിൽ ഇറ്റ്സ് നോട്ട് ഈസി ടു ഡു. ഇറ്റ് ക്യാൻ ഓൾസോ ബി യൂസ്ഫുൾ വെൻ ഇൻപുട്ട് അറേസ് ഓൾമോസ്റ്റ് സോർട്ടഡ്. വളരെ ചെറിയ റീപ്ലേസ്മെൻറ്റ് മാത്രം ഉള്ളെങ്കിൽ നമുക്ക് ഇൻസെർഷൻ സോർട്ട് ഉപയോഗിക്കാം. അടുത്തത് സെലക്ഷൻ സോർട്ടാണ്. സെലക്ഷൻ സോർട്ടിൽ സപ്പോസ് നിങ്ങളുടെ ആൻസർ പേപ്പറെല്ലാം ടീച്ചർ ആൻസർ പേപ്പറെല്ലാം കളക്ട് ചെയ്ത് വിചാരിക്കുക. അപ്പം ഏറ്റവും ഹയസ്റ്റ് ഉള്ള ആളെ എല്ലാ ആൻസേഴ്സും നോക്കി ഏറ്റവും ഹയസ്റ്റ് മാർക്കുള്ളത് ആദ്യം വയ്ക്കും. പിന്നെ നെക്സ്റ്റ് ഹയസ്റ്റ് മാർക്ക് ഉള്ള വയ്ക്കും. അങ്ങനെ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അത് ഡിസെൻഡിങ് ഓർഡറിൽ സോർട്ടിംഗ് ആയി. നമുക്ക് സോർട്ടിംഗ് അസെൻഡിങ് ഓർഡറിലോ ഡിസെൻഡിങ് ഓർഡറിലോ ചെയ്യാം. ഇങ്ങനെ ചെയ്യുന്ന സോർട്ടിംഗ് മെത്തേഡാണ് സെലക്ഷൻ സോർട്ട് എന്ന് പറയുന്നത്. ഇവിടെ തിരിച്ചാണ് ചെയ്യുന്നത്. ഏറ്റവും ലോവസ്റ്റ് മാർക്കുള്ള കുട്ടി ആദ്യം എടുത്തു, പിന്നെ നെക്സ്റ്റ് ലോവസ്റ്റ് എടുത്തു, അങ്ങനെയാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ഇൻപുട്ട് അറേയിൽ ഇത്രയും എലമെൻറ്റ്സ് ഉണ്ട്. ആദ്യമേ ചെയ്യേണ്ടത് എന്താ, ഇത് മൊത്തം നോക്കിയിട്ട് അതിനകത്ത് ഏറ്റവും ലോവസ്റ്റ് ആരാണ്, ഏറ്റവും മിനിമം എലമെൻറ്റ് ഏതാണെന്ന് നോക്കും. അറേയുടെ എലമെൻറ്റ് 0, 1, 2, 3, 4, 0 മുതൽ 4 വരെയാണ് അറേയുടെ ഇൻഡെക്സ്. ഓക്കെ, അപ്പോൾ x0 മുതൽ x4 വരെ ചെക്ക് ചെയ്തിട്ട് ഏറ്റവും മിനിമം എലമെൻറ്റ് ഏതാണെന്ന് നോക്കി. മിനിമം എലമെൻറ്റ് ഏതാ, 11 ആണ്. അപ്പോൾ 11 എടുത്ത് ആദ്യമേ കൊണ്ടുവയ്ക്കും. അപ്പോൾ 11ഉം 64 തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർചേഞ്ച് ചെയ്യും. അപ്പോൾ 11 ഇവിടെ വരും, 64 ഇവിടെ വരും. ഓക്കെ, അപ്പോൾ 11 കറക്റ്റ് സ്ഥലത്താണ് 11ൻ്റെ പൊസിഷൻ. ഇനി 11 ഒന്നും ചെയ്യാനില്ല. നമുക്കിനി ഇതേ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യണം. റിപ്പീറ്റ് ചെയ്യുമ്പോൾ എന്ത് വേണം, x1 മുതൽ 4 വരെ നോക്കേണ്ടു. x1 to x4 നോക്കുക. അതിൽ ലോവസ്റ്റ് എലമെൻറ്റ് കണ്ടെത്തുക, 12 ആണ്. 12ഉം അതിൻ്റെ പൊസിഷൻ റിപ്ലേസ് ചെയ്യുക. 12 വയ്ക്കേണ്ട പൊസിഷൻ ചെയ്താൽ 25 ആണ്. അത് നമ്മൾ ഇൻ്റർചേഞ്ച് ചെയ്താൽ മതി. അപ്പോൾ 12 ഇവിടെ വരും, 25 ഇവിടെ വരും. 12ഉം 25ഉം കൂടിയാണ് ഇൻ്റർചേഞ്ച് ചെയ്യുന്നത്. ഓക്കെ, സെക്കൻഡ് പൊസിഷനും 12ൻ്റെ പൊസിഷൻ നമ്മൾ ഇൻ്റർചേഞ്ച് ചെയ്യും. അപ്പോൾ 11, 12, 25, 22, 64 ആയി. ഇപ്പോൾ എന്താണ്, ഓൾറെഡി 2 എലമെൻറ്റ് സോർട്ടഡ് ആയി. ഇനി ചെക്ക് ചെയ്യേണ്ടത് ഇൻഡെക്സ് 2 മുതൽ 4 വരെ നോക്കിയാൽ മതി. കാരണം 0 സോർട്ട് ചെയ്തായി, 0 ഓർഡറായി, 1 ഓർഡറായി. ഇനി 2 മുതൽ 4 വരെ സോർട്ട് ചെയ്താൽ മതി. 25, 22, 64 വീണ്ടും മിനിമം കണ്ടെത്തും. 22 ആണ് മിനിമം. അതിൻ്റെ പൊസിഷൻ ഏതാണ്, ഇതാണ് അതിൻ്റെ പൊസിഷൻ. അപ്പോൾ ഇത് അങ്ങോട്ടും കൂടി ഇൻ്റർചേഞ്ച് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇത് കിട്ടും. 11, 12, 22, 25, 64 എന്ന് കിട്ടും. അഗെയിൻ ഇത് റിപ്പീറ്റ് ചെയ്യുമ്പോൾ ഇത് വീണ്ടും ഇതിൻ്റെ മിനിമം എലമെൻറ്റ് നോക്കാം. മിനിമം എലമെൻറ്റ് ഏതാണ്, 25 ആണ്. 25 പ്ലേസ് ചെയ്ത് കഴിയുമ്പോൾ 64 ഓൾറെഡി സോർട്ടഡ് ആവും. ഓക്കെ, അൽഗോരിതം നോക്കാം. സെലക്ഷൻ സോർട്ട്, വി ഹാവ് ഇനിഷ്യൽ അറേ x, ഇൻറ്റിജർ n. We have to repeat this for 0 to n-1. ഔട്ടർ ലൂപ്പ് 0 മുതൽ n-1 റിപ്പീറ്റ് ചെയ്യണം. ഇന്നർ ലൂപ്പോ ജെയുടെ വാല്യൂ i+n തൊട്ട് n വരെ മതി. മിനിമം ആദ്യമേ 0th എലമെൻ്റാണ് മിനിമം എന്ന് വിചാരിച്ചു. ഏറ്റവും മിനിമം 0th എലമെൻ്റാണെന്ന് വിചാരിച്ചു. പിന്നെ ഈ ഫോർ ലൂപ്പോടെ ട്രാവേഴ്സ് ചെയ്ത് വീണ്ടും ഏറ്റവും മിനിമം എലമെൻറ്റ് കണ്ടുപിടിക്കും. ഇനിഷ്യലൈസ് ചെയ്യുന്നത് മിനിമം എലമെൻറ്റ്, ആദ്യത്തെ എലമെൻറ്റ് മിനിമം ആണെന്ന് വിചാരിക്കുന്നു. ഇനി രണ്ടാമത്തെ എലമെൻറ്റ് ചെക്ക് ചെയ്യുക. രണ്ടാമത്തെ എലമെൻറ്റ് മിനിമം ആണെങ്കിൽ അത് ഈ xj x min ആണെങ്കിൽ min ഈക്വൽ ചെയ്യുന്നു കൊടുത്തു. ഓക്കെ, അപ്പോൾ ഈ ലൂപ്പ് കഴിയുമ്പോൾ നമുക്ക് അറേയിൽ ഏറ്റവും മിനിമം എലമെൻറ്റ് കിട്ടും. എന്നിട്ട് എന്ത് വേണം, ഈ ടെമ്പററി വാല്യൂ x-min അങ്ങോട്ടും കൂടെ എക്സ്ചേഞ്ച് ചെയ്യാം. ഇതാണ് ചെയ്തത്. ഈ എൻ്റയർ പ്രോസസ്സ് എല്ലാ എലമെൻറ്റും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കുക, i=0 to i<n എന്നല്ല, i<n-1 ഇട്ടിട്ടുള്ളൂ. കാരണം നമ്മൾ ലാസ്റ്റ് ബോർഡ് 1 സോർട്ട് ചെയ്യുമ്പോൾ ഓൾറെഡി ലാസ്റ്റ് എലമെൻറ്റ് സോർട്ടഡ് ആവും. മനസ്സിലായോ? അത് നമുക്ക് 5 എലമെൻറ്റ് ഉണ്ട്. 4 എലമെൻറ്റ് നമ്മൾ സോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ 5ാമത്തെ എലമെൻറ്റ് ഓൾറെഡി കറക്റ്റ് പൊസിഷൻ ആയി കഴിഞ്ഞു. വീണ്ടും ഒന്നും റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങളൊന്ന് n ഇട്ടാൽ അൽഗോരിതം വർക്ക് ചെയ്യും. പക്ഷേ ഒരു തവണ എക്സ്ട്രാ ഈ ലൂപ്പ് ആവശ്യമില്ലാതെ ചെയ്യേണ്ടി വരുന്നു മാത്രം. ഓക്കെ, സെലക്ഷൻ സോർട്ടിൻ്റെ കോംപ്ലക്സിറ്റി ഓർഡർ ഓഫ് n² ആണ്. ഇവിടെ അത് 2 ലൂപ്പ് ഉണ്ട്, അതുകൊണ്ടാണ് ഓർഡർ n² നിൽക്കുന്നത്. ഓക്സ്ലി സ്പേസ് ഓർഡർ ഓഫ് 1 ആണ്, കാരണം ടെമ്പററി വേരിയബിൾ ഉപയോഗിക്കുന്നുണ്ട്. ദ ഗുഡ് തിങ് അബൌട്ട് സെലക്ഷൻ സോർട്ട് ഈസ് ദാറ്റ് ഇറ്റ് നെവർ ടേക്സ് മോർ ദാൻ ഓർഡർ ഓഫ് n സ്വാപ്സ് ആൻഡ് ക്യാൻ ബി യൂസ്ഫുൾ വെൻ മെമ്മറി റൈറ്റ് ഇസ് കോസ്റ്റ്ലി ഓപ്പറേഷൻ. സ്വാപ്പ് എന്ന് വെച്ചാൽ എന്താ, അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യുക. അത് ഓർഡർ ഓഫ് എന്നൊക്കെ കൂടുതൽ ഒരിക്കലും എക്സ്ചേഞ്ച് ഉണ്ടാവില്ല. ഓക്കെ, ഇത് സ്റ്റേബിൾ അൽഗോരിതം അല്ല. പക്ഷേ നമുക്ക് വേണമെങ്കിൽ അൽഗോരിതം മോഡിഫൈ ചെയ്ത് സ്റ്റേബിൾ ആക്കാം. ഡിഫോൾട്ടിൽ സ്റ്റേബിൾ അൽഗോരിതം അല്ല. ചിലപ്പോൾ ഒരേ നമ്പറിനെ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്തിരിക്കും.
ഇൻപുട്ട് അറയിൽ 12 നമ്പർ ഉണ്ട്, അൺസോർട്ടഡ് അറയിൽ 12 ഉണ്ട്. ചിലപ്പോൾ ഈ രണ്ട് ലെവൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് സ്റ്റെബിലിറ്റി ഇല്ല എന്ന് പറയുന്നത്. ഇൻ പ്ലേസ് ഇറ്റ് ഡസ് നോട്ട് റെക്കോർഡ് എനി എക്സ്ട്രാ സ്പേസ്. വേറെ എക്സ്ട്രാ അറയൊന്നും ആവശ്യമില്ല, ഒരൊറ്റ അറയ മാത്രം മതി. അടുത്ത ലീനിയർ സോർട്ടാണ്. ലീനിയർ സോർട്ട് ഇപ്പോൾ നമ്മൾ പഠിച്ച അൽഗോരിതംസ് എല്ലാം ഓർഡർ ഓഫ് n സ്ക്വയർ ടൈം എടുക്കുന്നുണ്ട്. ഹിയർ ദ സ്ട്രാറ്റജി ഈസ് ടു ഫൈൻഡ് ദ സ്മോളസ്റ്റ് എലമെന്റ് ഇൻ അറേ. സോറി, comparison of sorting algorithms. Selection sorts take order of n square time. Bubble sort take order of n square time. Insertion sort order of n square ആണ്. ക്വിക്ക് സോർട്ട് മെർജ് സോർട്ട് ആണെങ്കിൽ ആവറേജ് കേസിൽ ഓർഡർ ഓഫ് n log n മതി. കുറച്ച് ക്വിക്കായിട്ട് ചെയ്യാൻ പറ്റും. എങ്ങനെ വന്നാലും ഒരു കമ്പാരിസൺ ബേസ്ഡ് സോർട്ടിംഗ് അൽഗോരിതത്തിന് ഓർഡർ ഓഫ് n log n കുറഞ്ഞ സമയം പറ്റില്ല. മിനിമം ഓർഡർ ഓഫ് n log n വേണ്ടി വരും. ഓർഡർ ഓഫ് n ടൈമിൽ ഒരിക്കലും ഒരു കമ്പാരിസൺ ബേസ്ഡ് സോർട്ടിംഗ് അൽഗോരിതം വർക്ക് ചെയ്യില്ല. എന്താണ് ഈ കമ്പാരിസൺ ബേസ്ഡ് സോർട്ടിംഗ് അൽഗോരിതം? നമ്മൾ AI ലെസ് ആർ ഈക്വൽ ടു AJ ആണോ, AI ഗ്രേറ്റർ ദാൻ AJ ആണോ, AI ഈക്വൽ ടു AJ ആണോ, അങ്ങനെ ഓരോ ലെസ് ആണോ, ലെസ് ആർ ഈക്വൽ ടു ആണോ, ഗ്രേറ്റർ ആണോ, ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു ആണോ, ഈക്വൽ ടു ആണോ, ഇങ്ങനത്തെ കമ്പാരിസൺ യൂസ് ചെയ്തിട്ടാണ് രണ്ട് എലമെന്റ് നമ്മൾ കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെ വന്നാലും ഓർഡർ ഓഫ് n log n താഴ്ന്ന ഒരു സോർട്ടിംഗ് അൽഗോരിതം ഡെവലപ്പ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഡെവലപ്പ് ചെയ്യാൻ പറ്റുമോ എന്ന ചോദ്യത്തിന് ഉത്തരമായിട്ടാണ് കിട്ടിയ സോർട്ടിംഗ് അൽഗോരിതമാണ് ലീനിയർ സോർട്ടിംഗ്. ലീനിയർ ടൈം സോർട്ടിംഗ്, ദാറ്റ് ഇസ് ഓർഡർ ഓഫ് n ടൈമിൽ സോർട്ട് ചെയ്യാൻ പറ്റണം. There are sorting algorithms that run faster than order of n log n time, but they require special assumptions about the input sequence to be sorted. നമുക്ക് കിട്ടിയ ഇൻപുട്ടിനെ കുറിച്ച് ഒരു അസംഷൻസ് വേണം. ഇങ്ങനത്തെ ഇൻപുട്ട് മാത്രമേ ചെയ്യുള്ളൂ. ജനറലായിട്ട് എല്ലാം ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഇതുവരെ പഠിച്ച സോർട്ടിംഗ് അൽഗോരിതംസ് എല്ലാം കമ്പാരിസൺ ബേസ്ഡ് ആണ്. കമ്പാരിസൺ ബേസ്ഡ് ആണെങ്കിൽ നമുക്ക് ഇൻപുട്ട് എങ്ങനെയായാലും കുഴപ്പമില്ല, എന്ത് ഇൻപുട്ടായാലും എത്ര ഇൻപുട്ടായാലും ഇതെല്ലാം വർക്ക് ചെയ്തോളും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഓരോ ഇൻപുട്ടിനും റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഇങ്ങനത്തെ ഇൻപുട്ട് കിട്ടിയാലേ വർക്ക് ചെയ്യുള്ളൂ, ഇങ്ങനത്തെ ഇൻപുട്ട് വേണം, റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്കത് ഓർഡർ ഓഫ് n log n പകരം ഓർഡർ ഓഫ് n വരെ ഫാസ്റ്റ് ആക്കാൻ പറ്റും. എക്സാമ്പിൾസ് സോർട്ടിംഗ് അൽഗോരിതംസ് ദാറ്റ് റൺ ഇൻ ലീനിയർ ടൈം ആർ കൗണ്ടിംഗ് സോർട്ട്, റാഡിക്സ് സോർട്ട് ആൻഡ് ബക്കറ്റ് സോർട്ട്. ബേസിക് ഐഡിയ ഇസ് ദാറ്റ് ലീനിയർ സോർട്ട് ആർ നോട്ട് കമ്പാരിസൺ സോർട്ട്. കമ്പാരിസൺ ഒന്നും ചെയ്യുന്നില്ല, ഒരു അസംഷൻ വെച്ചിട്ടാണ് ചെയ്യുന്നത്. Counting sort is a sorting algorithm that sorts an element of an array by counting the number of occurrences of each unique element in the array. The count is stored in auxiliary array and the sorting is done by mapping the count as an index of the auxiliary array. Example issue പറയാം. Okay, look at this one. This is our initial example. നമ്മുടെ അറേയിൽ 4 2 2 8 3 3 1 ഇതാണ് ഇൻപുട്ട് അറേ. ഇപ്പോൾ അതിലൊരു അസംഷൻ ഉണ്ട്, മാക്സിമം എത്രയാണ് എലമെൻ്റ് ഉള്ളത്? 8 ആണ്. ഹയസ്റ്റ് വാല്യൂ 8 ആണ്. അത് നമുക്ക് അറിയണം, എന്നാലേ ചെയ്യാൻ പറ്റുള്ളൂ. ഹയസ്റ്റ് വാല്യൂ 8 ആണെന്ന് അറിഞ്ഞാൽ മാത്രമേ അൽഗോരിതത്തിന് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ. സോ ദിസ് ഈസ് നീഡഡ് ഇൻ അഡ്വാൻസ്. ഏറ്റവും ആദ്യം അത് വേണം. ഇനി എന്ത് വേണം? വി ഹാവ് ടു ക്രിയേറ്റ് എൻ അറേ വിത്ത് ഇൻഡെക്സ് 0 to 8 ആൻഡ് ഇനിഷ്യലൈസ് ഇറ്റ് വിത്ത് 0. ഒരു ഇനിഷ്യലി അറേ ഉണ്ടാക്കുക. അറേയുടെ ഇൻഡെക്സ് ചെയ്ത് വേണം 0 മുതൽ ഈ 8 വരെ, മാക്സിമം എത്രയാണോ അവിടെ വരെ വേണം. അതെല്ലാം 0 എന്ന് ഇനിഷ്യലൈസ് ചെയ്യുക. ഓക്കെ, 0 to 8 ഇനിഷ്യലൈസ് വിത്ത് 0. ഇനി ചെയ്യേണ്ടത് കൗണ്ടാണ്. 4 എത്ര തവണ വന്നു? 4 ഒരു തവണ വന്നു. 4ൻ്റെ അവിടെ 1 എന്ന് എഴുതി. ഇൻഡെക്സ് 4ൻ്റെ അവിടെ 1 എന്ന് എഴുതി. ദാറ്റ് മീൻസ് 4 എന്നുള്ള എലമെൻറ്റ് ഒരു തവണയായി കഴിഞ്ഞു. 2 നോക്കി, 2ൻ്റെ അവിടെ ആദ്യം 1 എന്നായിരിക്കും. പിന്നെ ഒന്നുകൂടി ചെയ്തു, ഒരു 2 തവണയുണ്ട്. 2 2 ഉണ്ട്, അപ്പോൾ 2ൻ്റെ അവിടെ 2 എന്ന് വന്നു. ഓക്കെ, 3യോ 8ൻ്റെ അവിടെ 1 എന്ന് എഴുതി. 3യോ 1 2 ഉണ്ട്. 3 1 2. അത് ആദ്യം 1 എഴുതും, അടുത്ത 1 എഴുതുമ്പോൾ 1 മാറ്റി 2 ആക്കി, അങ്ങനെ കൗണ്ട് ചെയ്ത് പോവുകയാണ്. അടുത്ത 1 ആണ്, 1 ഒരു തവണ. ഓക്കെ, ദിസ് ഈസ് എ കൗണ്ട് ഓഫ് എലമെൻറ്റ്സ്. ഓരോ എലമെൻറ്റും എത്ര തവണ ഒക്കർ ചെയ്യുന്നുള്ളതാണ് ഇത് ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ അർത്ഥം എന്താ? 0 ഒരു തവണ പോലും ഇല്ല, 1 ഒരു തവണയുണ്ട്, 2 2 തവണയുണ്ട്, 3 2 തവണയുണ്ട്, 4 ഒരു തവണ, 5 ഇല്ല, 6 ഇല്ല, 7 ഇല്ല, 8 ഒരു തവണ. ഇതാണ് ഇത്. ഒരു തവണ ട്രാവേഴ്സ് ചെയ്യുമ്പോൾ ഓർഡർ ഓഫ് n, അതായത് ഒരു തവണ ട്രാവേഴ്സ് ചെയ്യുമ്പോൾ നമുക്ക് ഇത്രയും ഇൻഫർമേഷൻ കിട്ടും. ഇനി വെറുതെ അറേങ് എടുത്ത് എഴുതിയാൽ മതി. വി ക്രിയേറ്റ് ഇൻഡെക്സ് 0 നോക്കണ്ട. 1 എന്താണ്? 1 ഒരു തവണയുണ്ട്. അപ്പോൾ 1 എന്നുള്ളത് ആദ്യമേ ഈ 0 കൗണ്ട് ചെയ്യണം. 0 എന്ന് വെച്ചാൽ അതില്ല എന്നർത്ഥം. 0 നോക്കേണ്ട കാര്യമില്ല. 1 ഉണ്ട്, 1 ഒരു തവണയാണ്, അപ്പോൾ 1 ഒരു തവണ എഴുതി. അടുത്ത 2 ആണ്. 2 എത്ര തവണയുണ്ട്? 2 തവണയുണ്ട്, അപ്പോൾ 2 2 തവണ എഴുതി. അടുത്ത 3 ആണ്. 3 2 തവണ ഒക്കെ ചെയ്യുന്നുണ്ട്, അപ്പോൾ 3 2 തവണ എഴുതി. ഓക്കെ, അടുത്ത 4 ആണ്. 4 എത്ര ഹൗ മെനി ടൈംസ്? 4 ഓൺലി 1 ടൈം, 4 ഒരു തവണ എഴുതി. ഇനി 5 ഇല്ല, അപ്പോൾ എഴുതണ്ട. 6 ഇല്ല, എഴുതണ്ട. 7 ഇല്ല, എഴുതണ്ട. 8 ഒരു തവണ, 8 ഇവിടെ എഴുതി. ഇതാണ് സോർട്ടഡ് അറേ. ഓക്കെ.
ഇനിഷ്യലി 8 എലമെൻറ്റ് എടുത്തിരുന്നു, 6 എലമെൻറ്റ് മതി. ഇനിഷ്യലി 8, അതായത് 8 വരെ സ്റ്റോർ ചെയ്യാൻ നമുക്കിവിടെ നോക്കി 1 മുതൽ 8 വരെ എലമെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ 8 വരെ ഒക്കെ അറിയാം, 7ഉം 6ഉം ഒക്കെ വരാം. അപ്പോൾ നമുക്ക് ഇൻപുട്ടിലില്ല, ഇൻപുട്ട് ഉണ്ടോയെന്ന് അറിയാൻ പാടില്ലായിരുന്നു ആദ്യമേ. 8 വരെ വരാം, അതുകൊണ്ടാണ് 8 എടുക്കുന്നത്. പക്ഷേ അവസാനം സോർട്ട് ചെയ്യുമ്പോൾ 8 എണ്ണം വേണമെന്നൊന്നുമില്ല, 6 ഉള്ളൂ. ഇതാണ് കൗണ്ടിങ് സോർട്ട്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത റാഡിക് സോർട്ടാണ്. ഇതിനൊന്നും അൽഗോരിതം പഠിക്കേണ്ട കാര്യമില്ല, ജസ്റ്റ് എന്താണെന്ന് മാത്രം അറിഞ്ഞാൽ മതി. റാഡിക് സോർട്ട് ഈസ് എ സോർട്ടിംഗ് ടെക്നിക് ദാറ്റ് സോർട്ട്സ് എലമെന്റ് by first grouping the individual digits of the same place value, then sort the elements according to their increasing or decreasing order. ഒരു എക്സാമ്പിൾ എടുക്കാം. ലുക്ക് അറ്റ് ദിസ് എക്സാമ്പിൾ. നമ്മുടെ ഇനിഷ്യൽ അറേ ഇതാണ്: 121, 432, 564, 23, 145 and 145, 788. ഇതാണ് നമ്മുടെ ഇനിഷ്യൽ അറേ. അപ്പോൾ ഇത് 3 ഡിജിറ്റ് ഉണ്ട്. അപ്പോൾ എല്ലാം 3 ഡിജിറ്റായിട്ട് കൺസിഡർ ചെയ്യുക. 121, 432, 564, 023, 001, 045, 788 എല്ലാം 3 ഡിജിറ്റ് ആക്കുക. എന്നിട്ട് എന്ത് വേണം, അതിന് ആദ്യമേ പ്ലേസ് വാല്യൂ വെച്ച് സോർട്ട് ചെയ്യുക. വൺസ് പ്ലേസ് വെച്ച് സോർട്ട് ചെയ്യുക. അതായത് ആദ്യമേ 121 വരും, പിന്നെ ഏതാ 1 പ്ലേസ് വന്നാൽ 001 ആണ്, പിന്നെ അടുത്ത് 432 വരും, പിന്നെ 3 വന്നാൽ 023 വരും, അടുത്ത് 4 ആണ്, 564 വരും, അടുത്തത് 045 വരും, 788 വരും. ഇതാണ് ആദ്യം കണ്ടേക്കുന്നത്. വി ആർ സോർട്ടിങ് യൂസിങ് യൂണിറ്റ് വാല്യൂ. ഒറ്റയുടെ അക്കം വെച്ചിട്ട് സോർട്ട് ചെയ്തു. ഇനി എന്ത് ചെയ്യണം, ഇതിനെ ടെൻസ് വാല്യൂ, 10ൻ്റെ ടെൻസ് വാല്യൂ വെച്ച് സോർട്ട് ചെയ്യണം. ടെൻസ് വാല്യൂ വെച്ച് സോർട്ട് ചെയ്യുമ്പോൾ എങ്ങനെ വരിക, ആദ്യമേ ടെൻസ് മാത്രം നോക്കുക. ടെൻസ് നോക്കുമ്പോൾ 001 ആദ്യം വരും. പിന്നെ സെക്കൻഡ് ഡിജിറ്റിൽ 1 വരണമൊന്നുമില്ല, 2 വരുന്നതുണ്ട്, 121 ആണ്. പിന്നെ സെക്കൻഡ് ഡിജിറ്റിൽ വരുന്നത് 023 ഉണ്ട്, കഴിഞ്ഞു. ഇനി തേർഡ് 3 വരുന്നതാണ്, 432 ഉണ്ട്. ഓക്കെ, പിന്നെ 4 വരുന്നത് 045 ഇവിടെ വരും. അടുത്തത് 5 ഇല്ല, 564 ആണ്, 6 വരുന്നത്, 564, 788. അതാണ് നമുക്ക് കിട്ടിയ സെക്കൻഡ് ടേബിൾ. ഓക്കെ, ഇനി ഇത് തന്നെ എന്ത് വേണം, അടുത്ത 100 പ്ലേസിൽ സോർട്ട് ചെയ്യണം. 100 പ്ലേസ് സോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് 001 വരും, 001 ആണ് ആദ്യം വരിക. പിന്നെ 023 വരും. ഓക്കെ, അടുത്തത് 045 വരും. ഇപ്പോൾ 0 എല്ലാം കഴിഞ്ഞു. ഇനി 121 വരും, 2 ഉള്ളതൊന്നുമില്ല, 3 ഇല്ല, 4 ഉള്ള 432 വരും, 5ൻ്റെ 564 വരും, 7ൻ്റെ 788 വരും. ഇത് 3 ഡിജിറ്റിനകത്തുള്ളൂ. അപ്പോൾ 3 പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ സോർട്ടിങ് ആയി കഴിഞ്ഞു. ഇതാണ് നമ്മുടെ ആൻസർ: 001, 023, 045, 121, 432, 564 and 788. That's about radix sort. അത് ബക്കറ്റ് സോർട്ടാണ്. Bucket sort is a sorting technique that sorts an element by first dividing the elements into several groups called buckets. പല ബക്കറ്റാണ് ഡിവൈഡ് ചെയ്യും. The elements inside each bucket are sorted using any of the suitable algorithms or recursively calling the same algorithm. Okay. Several buckets are created. Each bucket is filled with a specific range of elements. The elements inside the bucket are sorted using any other algorithm. Finally, the elements of the bucket are gathered to get the sorted array. എക്സാമ്പിൾ നോക്കാം. നമ്മുടെ ഇനിഷ്യൽ എലമെൻറ്റ് ഇതൊക്കെയാണ്: 11, 9, 21, 8, 17, 19, 13, 1, 24 and 12. ഓക്കെ, ഇനി കുറച്ച് ബക്കറ്റുകൾ ഉണ്ടാക്കണം. എങ്ങനെ വേണമെങ്കിൽ ബക്കറ്റ് ഉണ്ടാക്കാം. ഇവിടെ ഉണ്ടാക്കിയ ബക്കറ്റ് കുറേ റേഞ്ച് വെച്ചിട്ടാണ്. 0 മുതൽ 5 വരെ ഒരു ബക്കറ്റ്, 5 മുതൽ 10 വരെ അടുത്ത ബക്കറ്റ്, 10 മുതൽ 15 വരെ അടുത്തത്, 15 മുതൽ 20 വരെ, 20 മുതൽ 25 വരെ. ഓക്കെ, ഇങ്ങനത്തെ 5 ബക്കറ്റാണ് ഉണ്ടാക്കിക്കണം. ഓരോ 5ൻ്റെ ഇൻ്റർവെല്ലിൽ 5 ബക്കറ്റ് ഉണ്ടാക്കി. ഈ എലമെൻറ്റ് നോക്കുക. 11 ഏത് ബക്കറ്റിലായിട്ടുണ്ട്? 10 മുതൽ 15 വരെയാണ്. അപ്പോൾ 11 ഇവിടെ ഇൻസേർട്ട് ചെയ്തു. സെക്കൻഡ് എലമെൻറ്റ് 9 എന്നുള്ള ഏതിലാണ് വരിക? 5 മുതൽ 10 വരെ ഈ ബക്കറ്റിലേക്ക് കിട്ടും. അടുത്ത 21 ആണ്. 21 എന്നുള്ള ഈ ബക്കറ്റിൽ വരും. 20, 25 എന്നുള്ള ബക്കറ്റിൽ വരും. 8 5 മുതൽ 8 വരെ, 5 മുതൽ 10 വരെയാണ്. അപ്പോൾ ഈ ബക്കറ്റിൽ വരും. 17 ആണ്. 17 എന്നുള്ളത് 15 to 20 അപ്പോൾ ഈ ബക്കറ്റിൽ വരും. അടുത്ത 19 ആണ്. 19 എന്ന് പറയുന്നതോ ഇതേ ബക്കറ്റിൽ തന്നെയാണ് വരിക. 30 എന്ന് പറയുന്നതോ 10 to 15 എന്നുള്ള ഈ ബക്കറ്റിലേക്ക് വരും. 1 എന്ന് പറയുന്നതോ ഈ ബക്കറ്റിലേക്ക് വരും. 24 എന്ന് പറയുന്നത് 0, 20, 25 എന്നുള്ള ബക്കറ്റിലേക്ക് വരും. 12 ആണ്. 12 എന്നുള്ളത് എവിടേക്ക് ഇടുക? ഈ 10 to 15 എന്നുള്ള ബക്കറ്റിലേക്ക്. അപ്പോൾ ഒരു തവണ ട്രാവേഴ്സ് ചെയ്യുമ്പോഴേക്കും ബക്കറ്റെല്ലാം ഫില്ല് ചെയ്യും. ഓർഡർ ഓഫ് n മതി ഒരു തവണ ട്രാവേഴ്സ് ചെയ്യാൻ. ഒരു തവണ ഇതെല്ലാം ഒറ്റ തവണ റീഡ് ചെയ്താൽ മതി. ബക്കറ്റ് നമ്മൾ ആദ്യമേ ഡിസൈൻ ചെയ്തേക്കണതാണ്. ഒറ്റ തവണ റീഡ് ചെയ്യുമ്പോഴേക്കും എല്ലാ ബക്കറ്റിലേക്കും ഫില്ലാവും. ഇവിടെ എന്തുവാണ് ഇത്രയും ബക്കറ്റ് എക്സ്ട്രാ സ്റ്റോറേജ് ഉണ്ട്. കമ്പാരിസൺ അൽഗോരിതംസ് കൂടുതലും എക്സ്ട്രാ സ്റ്റോറേജ് സ്പേസ് ഒന്നും വേണ്ടി വരുന്നില്ല, സ്പീഡ് മാത്രമേ നോക്കുന്നുണ്ടായുള്ളൂ. ഇവിടെ ബക്കറ്റിൽ ഇത്രയും വേണം. കുറേ വലിയ നമുക്ക് നോക്കിയത് ആ കൂടി 25 താഴെയുള്ള എലമെൻറ്റ്സ് ഇതിനകത്തുള്ളൂ. അപ്പോൾ 5 ബക്കറ്റ് എടുത്തു.
നമ്മൾ 1000 5000 വലിയ ബക്കറ്റ് നമ്മുടെ സോർട്ടർ അറേയിൽ 1000 5000 വരുവാണെങ്കിൽ എന്തോരും അത്രയും ബക്കറ്റുകൾ വേണ്ടി വരും. ഈ ബക്കറ്റിൽ അല്ലെങ്കിൽ ബക്കറ്റിന് റേഞ്ച് കൂട്ടേണ്ടി വരും. ഓക്കെ, അപ്പോൾ നോക്കി ഇവിടെ ഇനി അടുത്ത പാർട്ട് ഇത് സോർട്ട് ചെയ്യണം. ഈ ഇൻറ്റേർണൽ ബക്കറ്റിന് ഇൻഡിവിജ്വലായിട്ട് സോർട്ട് ചെയ്യണം. ഓക്കെ, ഈ ബക്കറ്റിൽ ആകെ ഒന്നേ ഉള്ളൂ. ഇത് സോർട്ട് ചെയ്യുമ്പോൾ 8 9, ഇത് സോർട്ട് ചെയ്യുമ്പോൾ 3 ഉള്ളൂ. 11 12 13 കിട്ടും. ഇവിടെ 17 19 കിട്ടും. ഇവിടെ 21 24 കിട്ടും. ഈ ഇൻറ്റേർണലി നമുക്ക് ഏത് അൽഗോരിതം വേണമെങ്കിലും വെച്ച് സോർട്ട് ചെയ്യാം. ഇത് അഡ്വാൻസ് ആ കുറച്ച് എലമെൻസിന് അത് ഓരോ ബക്കറ്റിലും കാണുകയുള്ളൂ. അപ്പോൾ സോർട്ട് ചെയ്യാൻ എളുപ്പത്തിൽ സോർട്ട് ചെയ്യും. ഇത്രയും വലിയ അറേ സോർട്ട് ചെയ്യുന്ന പോലെ ബുദ്ധിമുട്ടില്ല ചെറുതാകുമ്പോൾ. ഓക്കെ, ഇനി വേണ്ട വെച്ചാൽ അത് എടുത്ത് എഴുതിയാൽ മതി. 1 8 9 11 12 13 17 19 21 24. ഇതാണ് ബക്കറ്റ് സോർട്ട്. ഓക്കെ, ഇത് ലീനിയർ സോർട്ടിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അത് ലീനിയർ ടൈം മതി സോർട്ട് ചെയ്യാനായിട്ട്. പക്ഷേ ഓക്സിലറി മെമ്മറി അധികം വേണം. ലീനിയർ സോർട്ട് 3 എണ്ണം പഠിച്ചു. ഒന്ന് കൗണ്ടിങ് സോർട്ട്, ഒന്ന് റാഡിക്സ് സോർട്ട്, ഒന്ന് ബക്കറ്റ് സോർട്ട്. That's all. Thank you.